Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 4 മണി സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തലശ്ശേരി ഇറച്ചിപ്പത്തിലൊക്കെ ഫില്ലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫ്രൈഡ് ബണ്ണിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിലൊക്കെ വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ സാധ്യതയില്ല, എന്നാലും ചിലരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുക. ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്തായിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതാണുള്ളതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മാവ് കുഴക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ തണുപ്പുള്ള ഏരിയൊക്കെ ആണെങ്കിൽ ആ ഒരു പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ടുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, എന്നാലും വെളിച്ചെണ്ണ ചേർക്കണ്ടേ. ഒരു 2 ടേബിൾ സ്പൂൺ വരെ മതിയാവും. ഇനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടില്ലേ വെള്ളം ഒഴിച്ചിട്ട് ഈസ്റ്റ്, അത് നമുക്കിപ്പം കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 1/4 മണിക്കൂറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഈസ്റ്റ് ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. അഥവാ കുറച്ചുകൂടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ നോർമലി കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തടവിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തടവിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കണം. ആ ഒരു സമയം വരെ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 300-400 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബീഫ് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് ചിക്കനോ മട്ടണോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് എല്ലാത്തിനെ കൊണ്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ബീഫും ചിക്കനും ഒന്നും ഇല്ലാതെ അവരുടെ വീട്ടിൽ എന്തായാലും എല്ലാവരുടെ വീട്ടിൽ മുട്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യുക കേട്ടോ. ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ബീഫ് വേവിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഒന്ന് നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്, ഏത് ഓയിലായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ് സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്, എത്ര പൊടിയായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കഴിയും അത്രയും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എങ്കിലും നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒന്നിച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മളെല്ലാത്തിൻ്റെ ഫില്ലിങ് ഇതുപോലത്തെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ടിപ്പായിട്ട് തന്നെ കരുതിക്കോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഈ പച്ച മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി മെയിനായിട്ട്, പച്ചമുളക് കുഴപ്പമില്ല, ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് എല്ലാം കുറച്ചായിട്ട് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഫില്ലിങ്ങിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ ബീഫൊക്കെ വേവിച്ച് വെച്ചിരുന്നില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാളയും ബീഫും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. ആ ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും മല്ലിയിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ആവിയൊക്കെ തട്ടിയിട്ട് നമ്മുടെ ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറൊക്കെ സവാളയിലെല്ലാം ഒന്ന് അടങ്ങി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ആവിയൊക്കെ വരുന്നത്. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഫില്ലിംഗ് ഒക്കെ ബീഫിലും എല്ലാത്തിലും പിടിച്ചിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിരുന്ന സമയം കണ്ടില്ലേ, ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും പൊങ്ങിയാൽ മതി കേട്ടോ. ഒരുപാട് സമയം 2-3 മണിക്കൂർ അങ്ങനെയൊന്നും വെക്കൊന്നും വേണ്ട, കുബൂസ് ഒന്നും ചെയ്യുന്ന പോലെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ഒരു അടപ്പ് തുറന്നതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ വേലിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള ബോൾസ് മതി കേട്ടോ. നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ റെഡിയാക്കുന്ന ബോൾ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഈ ഒരു വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് ഞാൻ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയൊന്ന് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ പരത്തിയെടുക്കുന്ന എത്ര സ്പേസ് വേണം അത്രയും ആ ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ പറ്റുപിടിക്കാൻ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച് ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുമല്ലോ, കൈ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ നോർമലി പരത്തുന്ന പോലെ റോളർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഏത് ഷേപ്പിൽ വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഈ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക, പിന്നീട് ഈ ഒരു സൈഡും ചെയ്യാം. നോർമലി നമ്മൾ ചിക്കൻ റോളൊക്കെ ഫോൾഡ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു റോളിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. നിങ്ങൾ തലശ്ശേരി ഇറച്ചി പത്തിൻ്റെ ഒക്കെ രീതി ഉണ്ടല്ലോ, ആ ഒരു കട്ടിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്ന് ബോൾസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ റോൾ ചെയ്തിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1-2 ഇതുപോലെ ബോൾ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഷേപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ മാത്രം ഇങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിൽ ബോൾസ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ നേരത്തെ പോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബണ്ണൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഒന്ന് ബോളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡും ആദ്യം തന്നെ പിടിച്ചിട്ടൊന്ന് നോർമലി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഓരോ റോള് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര പാനിൽ കൊള്ളുന്നോ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം മൈദയല്ലേ, അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും ഒന്ന് ഫ്രൈ ആയാൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ.
ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മൈദയൊക്കെ അല്ലേ വെന്തോന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതി ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്നൊക്കെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു കളർ മതി കേട്ടോ, ഒരുപാട് കറുപ്പ് കളറാക്കി എടുക്കണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൽ ഒറിഗാനോ പെപ്പറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാവിൽ ചേർത്തിരുന്നല്ലോ, അപ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറാണ്. ഏതാണ്ട് ഒരു നമ്മൾ പപ്സ് അതുപോലെ തന്നെ ബണ്ണൊക്കെ ഇല്ല, ഫ്രൈഡ് ബൺ ഐറ്റംസ്, അതൊക്കെ തിന്നുന്നൊരു ടേസ്റ്റും കൂടിയാണ്, ആ ഒരു ടെക്സ്ചറും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈസി ആണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, മുട്ട ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്